ഗ്രാമപ്രദേശങ്ങളിലെ തോടുകളും വരമ്പുകളും പറമ്പുകളും ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമല്ലേ. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പോകാറുണ്ട്. പിന്നെ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന പശുക്കളാട്ടോ ഞങ്ങൾക്കുള്ളത്. ഈ സ്വയം വഴി വെട്ടി തെളിച്ചവളെന്നൊക്കെ പറയാറില്ലേ, അതുപോലെയാണ് ഇവളുടെ ഈ പോക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത്. കമ്മ്യൂണിസ്റ്റ് വെച്ച എൻ്റെ കുട്ടിക്കാല ഓർമ്മകളിൽ എൻ്റെ അമ്മ വീട്ടിൽ പോകുമ്പോഴാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് വെച്ച് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഒരുപക്ഷെ അമ്മ വീടിനോടുള്ള ആ ഒരു ഇഷ്ടം തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് വെച്ചയുടെ സ്മെല്ലും എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം. പിന്നെ ഈ കാട്ടുചെമ്പരത്തി, ഇതിൻ്റെ പേര് അതല്ലാന്ന് കാലക്രമേണ മനസ്സിലായി. മഞ്ഞുകാലത്ത് മാത്രം കണ്ടുവരുന്ന പ്രതിഭാസമാണിത്. പാമ്പ് തുപ്പിയെന്നൊക്കെ പണ്ട് പറയുമെങ്കിലും പിന്നെ മനസ്സിലായി മഞ്ഞുകാലത്ത് മാത്രം വരുന്ന ഒരു പ്രത്യേകതരം എന്തോ ഒരു ഇത്. ഈ പുല്ലുകൾക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലത്തെ പുല്ല് അപ്പുറത്ത് ഒരുപാട് നിൽക്കുന്നതുകൊണ്ടാണ് ഇവരെ അങ്ങോട്ട് കൊണ്ട് കെട്ടാൻ വേണ്ടിയുള്ള പോക്കാണ്. അതിനിടയ്ക്ക് ഇതുപോലത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാമല്ലോ എന്ന് ഓർത്തു. ചപ്പും ചവറും ഒക്കെ ഉണ്ടെങ്കിലും കുറച്ച് മാറി നന്നായിട്ട് പുല്ലുണ്ട്. നല്ല ഇളം പുല്ലാണ് കേട്ടോ. വേനലായതുകൊണ്ടാണ് ഈ തോട് ഇത്ര വരണ്ട് കിടക്കുന്നത്. മഴക്കാലമാകുമ്പം നല്ല വെള്ളച്ചാട്ടമുള്ള തോടാണ്. എൻ്റെ ഒരു നിർവൃതിക്കും അവർക്കൊന്ന് കണ്ട് വയറ് നിറഞ്ഞോട്ടെ എന്ന് കരുതിയാണ് ഇവരെ ഞാൻ അവിടെ കൊണ്ട് കെട്ടിയിരിക്കുന്നത്. കുട്ടിക്കാലങ്ങളിൽ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ആണ്ടെ നെല്ലിക്ക മരം ഇഷ്ടം പോലെ നെല്ലിക്കുണ്ടെന്ന് പറയും. പിന്നെ മനസ്സിലായി ഇത് തൊണ്ടിമരമാണ്, നെല്ലിമരമല്ല. ഇതിൻ്റെ ഇലയ്ക്ക് നല്ല അരമുള്ളതുകൊണ്ട് അമ്മമാർ ഈ ഉരച്ച് കഴുകാൻ ബുദ്ധിമുട്ടുള്ള മീനുകളൊക്കെ ഉരയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട്. നിറച്ചും നെല്ലിക്ക പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കായ ഉണ്ടാവുന്നത്. പിന്നെ ഞങ്ങളുടെ പറമ്പിൽ ഒരുപാട് ഇലകളുണ്ട്, പേരറിയാത്ത ചെടികളും ഒക്കെയുണ്ട്. പാണലിലയാണ് ഏറ്റവും കൂടുതൽ സുലഭമായിട്ടുള്ളതും. ആവശ്യക്കാർ ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് പോകാറുണ്ട്. കുട്ടികളെ കുളിപ്പിക്കുവാനും പ്രസവശേഷം വേദുകുളിയിലുമൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരിലയാണ് ഈ പാണലില. ഈ ഓരോ ചെടികളും പേരറിയാത്തതും പേരറിയുന്നതും ഒക്കെയുണ്ട്. ഈ കാട്ടുചെമ്പരത്തി അത്തപ്പൂക്കളങ്ങളിലെ പൂക്കളുടെ എണ്ണ നിറയ്ക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഞാൻ വിളിക്കുന്ന പേരാട്ടോ ഈ കാട്ടുചെമ്പരത്തി. നല്ല മുള്ളുള്ള ചെടികളാണ് ഇവ. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പ്രത്യേകതരം ഫീല് തന്നെയാണ്. ഇളം കാറ്റും അങ്ങനെ എന്തോ ഒരു മനസ്സുഖം ഇവിടെ വന്നിരിക്കുമ്പം എനിക്ക് കിട്ടാറുണ്ട്.